വെങ്ങോലയിൽ മല തുരന്ന് മണ്ണെടുപ്പ്. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. മണ്ണെടുപ്പ് സംഘത്തെ നാട്ടുകാർ തടഞ്ഞു. വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചുണ്ടമലപ്പുറം ഭാഗത്താണ് സംഭവം. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന വലിയ മല തുരന്ന് മണ്ണെടുപ്പ് നടത്തിയതാണ്. ബാക്കിയുള്ള ഭാഗത്തെ മണ്ണുകൂടി എടുക്കാൻ എത്തിയപ്പോഴാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തു വന്നത്. ഇപ്പോൾ നിലവിലുള്ള ഭാഗം കൂടി മണ്ണ് നീക്കം ചെയ്താൽ ഇവിടെ കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഏകദേശം ഒരു 2 വർഷത്തോളമായിട്ട് ചുണ്ടമല ഭാഗത്ത് നിന്ന് കീഴിൽ ഞങ്ങൾ താമസിക്കുന്ന ഒരു 150-200ഓളം വീടുകൾ ഇതിന്റെ കീഴിൽ താമസിക്കുന്നുണ്ട്. ഒരു 2 വർഷത്തോളമായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണിത്. ഇവിടെ മണ്ണ് എടുത്ത് ഏകദേശം അതിൻ്റെ ഒരു മൂലഭാഗം കൂടെ ഇനി കുറച്ച് ഭാഗം കൂടെ എടുക്കാനുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഇതിന് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇവിടെ കുടിവെള്ളക്ഷാമം ഉള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പെർമിറ്റ് മേടിച്ചിരിക്കുന്നത് ബിൽഡിംഗ് പെർമിറ്റ് മേടിച്ചിട്ടാണ് ഈ മണ്ണെടുക്കാനുള്ള പെർമിഷൻ ഇവർ മേടിച്ചെടുത്തിരിക്കുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി മണ്ണെടുത്തതിന് ശേഷം ബിൽഡിങ്ങുകൾ വരും. ഫാക്ടറികളായിരിക്കാം, പശ കമ്പനികളായിരിക്കാം വരുന്നത്. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇവിടെ താമസിക്കുന്ന ഈ ഏരിയയിൽ താമസിക്കുന്ന ജനങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. കുറ്റിപ്പാടം ഏരിയ അറൗണ്ട് 90-95% കമ്പനികൾ നിറഞ്ഞ് അവിടെ ചുറ്റുമുള്ള ഏരിയകളിലുള്ള ആളുകൾക്കെല്ലാം മാരകമായ രോഗങ്ങളും അതുപോലെ ഒരുപാട് ദൂഷ്യഫലങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയും കൂടെ അങ്ങനെ വന്നു കഴിയുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടേണ്ടി വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും അധികം പ്രതികരിക്കുന്നത്. നിലവിൽ മണ്ണെടുപ്പ് നടത്തുന്ന പ്രദേശത്ത് പശക്കമ്പനി പോലുള്ളവ തുടങ്ങാനുള്ള നീക്കമാണെന്നും സംശയം പ്രകടിപ്പിച്ചു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് മണ്ണെടുക്കാൻ വന്നവരെ ഇവർ തടഞ്ഞത്. ഇത് ഒരു ചുണ്ടമല എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ചരിത്രം നോക്കിയാൽ പഴയ ഒരു വലിയ മലയാണിത്. പൊന്നാശ്ശേരിക്കും വെങ്ങോലക്കിടക്ക് വലിയൊരു മലയാണ്. ആ മലയുടെ ഒരു ഭാഗം നമ്മൾ സീമാക്കാർ വന്ന് വെട്ടി മുറിച്ച് ബാക്കിയുള്ള കുറച്ച് ഭാഗമാണ്. ഈ സീമാക്കാരുള്ളപ്പോൾ തന്നെ ഇവിടെ കെട്ടിടങ്ങൾക്കൊക്കെ വിള്ളലൊക്കെ സംഭവിക്കാറുണ്ടായിരുന്നു. പിന്നെ വെള്ളം വളരെ മോശമായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉള്ളത് ഒരു നല്ലൊരു മലയാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ആ മലയും കൂടി ഇനി തുറന്നുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ താമസിക്കുന്ന 10-200ഓളം കുടുംബങ്ങൾക്ക് യാതൊരുവിധ വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടാവും. ആ വെള്ളം ഒട്ടും കിട്ടാതെ ആകും. അതുകൂടാതെ ഇത് ഫാക്ടറി സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ പൊല്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ രോഗങ്ങളും മറ്റു സംഭവങ്ങളും ഉണ്ടാവും. ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് വരെ അത് പ്രശ്നം ഉണ്ടാക്കും. വിദ്യാഭ്യാസത്തിനൊക്കെ പ്രശ്നമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സംഗതി എല്ലാവരും കൂടി തടയുകയാണ് ചെയ്യുന്നത്. മണ്ണെടുക്കുവാനായി കൊണ്ടുവന്ന വാഹനങ്ങളിൽ ചിലതും പ്രദേശവാസികൾ തടഞ്ഞിട്ടു. ഇനിയും ഈ പ്രദേശത്തു നിന്ന് മണ്ണെടുക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഇവിടുത്തുകാർ. നാട്ടിൽ സ്വൈര്യമായി ജീവിക്കാനുള്ള അവസരം അധികൃതർ ഉണ്ടാക്കി തരണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ചുണ്ടമലയുടെ ഒരു ഭാഗം മൊത്തം ഉള്ള ഒരു മല ഭാഗമുണ്ട്. ആ ഭാഗം ചില ആളുകൾ മേടിക്കുകയും, അതായത് ഫാക്ടറി പ്ലൈവുഡ് ഉള്ള ആൾക്കാരാണ് ഇതിന് മേടിച്ചതെന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കമ്പനി വരുമെന്നും ഇത് വരുമെന്നുമുള്ള എല്ലാവിധ നീക്കങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ 2 വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തിലും ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കളക്ടറേറ്റിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. മൈനിങ് കോളേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിൻ്റെ ഒരു പേപ്പർ ഞങ്ങൾ തയ്യാറാക്കി മാസ് പെറ്റീഷൻ തന്നെയായിട്ടാണ് ഇത്രയും കുടുംബങ്ങൾ ഒപ്പിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു സ്ഥാപനം വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രതികരിച്ചിട്ട് കാര്യമുള്ളൂ. അതാണ് നമ്മൾ അതിന് മുമ്പ് ഒരു പരാതിയുമായിട്ട് മുമ്പിട്ട് കൊടുത്തത്. അങ്ങനെ നിന്ന സമയത്താണ് ഇപ്പോൾ 2 ആഴ്ചകൾക്ക് മുമ്പ് ഈ മണ്ണെടുക്കുന്ന സംഭവം ബന്ധപ്പെട്ട് ഇത് വന്നു. അതായത് റിയൽ ബോണ്ട്, പശക്കമ്പനി, പ്ലൈവുഡ് എന്നിവ വരാനുള്ള 100% ചാൻസ് ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ ആശങ്കയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.